ബിലാസ്പൂരിൽ NIA കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദിയെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. അതിരപ്പിള്ളി തുമ്പൂർ മുഴിയിൽ വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ച് കാട്ടാന. പാഞ്ഞെടുത്ത കൊമ്പൻ വാഹനത്തിന്റെ ഗ്ലാസും ഡോറും തകർത്തു. ആർക്കും പരിക്കില്ല. റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരച്ചില്ലകൾ കാൽനട വാഹനയാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു. മണ്ണുത്തി ബൈപ്പാസ് മുതൽ പറവട്ടാനി വരെയുള്ള റോഡിലാണ് മരച്ചില്ലകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. അന്തരിച്ച ചലച്ചിത്ര താരൻ കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന്. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 5-ന് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കം. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന എന്നിവർക്ക് ജാമ്യം. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 2 ആൾ ജാമ്യവും 50,000 രൂപയുടെ ബോണ്ടും പാർപോർട്ട് കെട്ടിവെക്കണമെന്നും വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 9 ദിവസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത്. അതിൽ വലിയ സന്തോഷമുണ്ടെന്ന് കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. UDF-ന്റെയും ഇടതുപക്ഷത്തിന്റെയും BJP-യുടെയും ജനപ്രതിനിധികൾ ദുർഗിൽ വിധിയറിഞ്ഞ് സന്തോഷം പങ്കുവച്ചു. ജയിലിന് മുന്നിൽ മധുരം പങ്കിട്ടു. ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദിയെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റായ കാരണങ്ങളാൽ നിരപരാധികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത കേസ് തുടരുന്നതിനാൽ എത്രയും വേഗം കേസ് റദ്ദാക്കാൻ നടപടിയെടുക്കണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ക്രൈസ്തവർക്കെതിരെയുള്ള വിവേചനങ്ങൾ ഇല്ലാതാക്കാനും സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആൾക്കൂട്ട വിചാരണയും ആക്രമണവും നടത്തുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ സർക്കാരുകൾ ശ്രമിക്കണമെന്നും ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. വന്ദന, പ്രീതി എന്ന 2 സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാരെ ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് ക്രിസ്ത്യാനികളായ 2 യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ 2 പേരെയും തെറ്റായ രീതിയിൽ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് 25-ാം തീയതി മുതൽ ജയിലിലാക്കി. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് CBCIയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. റാപ്പർ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിലാണ് പരിശോധന. വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 18-ലേക്ക് മാറ്റിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് തൃക്കാക്കര പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. 2021 ആഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. അതിരപ്പിള്ളി തുമ്പൂർ മുഴിയിൽ വിനോദസഞ്ചാരികളുടെ കാർ കാട്ടാൻ ആക്രമിച്ചു. ആർക്കും പരിക്കില്ല. രാവിലെ 7 മണിയോടെ 10:06 സംഭവം. അതിരപ്പിള്ളിയിലേക്ക് പോയതായിരുന്നു മലപ്പുറത്തു നിന്നുള്ള കുടുംബം. റോഡരികിൽ 2 ആനകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ കാർ നിർത്തിയിട്ട് ഇതിനിടെ പിന്നിൽ നിന്നും എത്തിയ മറ്റൊരാനയാണ് കാർ ആക്രമിച്ചത്. പിൻഭാഗത്തെ ഗ്ലാസും ഡോറും തകർന്നു. ഇതോടെ വാഹനത്തിലുണ്ടായ കുട്ടികൾ പേടിച്ചു നിലവിളിച്ചു. സമീപത്തെ മറ്റു വാഹനത്തിലുള്ളവർ ഒച്ചവെച്ചതോടെ ആനകൾ കാട്ടിലേക്ക് കയറിപ്പോയി. എന്നാൽ ഭയപ്പാടിലായ സംഘം മലപ്പുറത്തേക്ക് തിരിച്ചുപോയി.
റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരച്ചില്ലകൾ കാൽനട വാഹന യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാകുന്നു. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമാർന്ന നേട്ടം കൈവരിച്ച കോർപ്പറേഷൻ പരിധിയിലെ മണ്ണുത്തി ബൈപ്പാസ് മുതൽ പറവട്ടാനി വരെയുള്ള റോഡ് സൈഡിലാണ് പലയിടങ്ങളിലായി മുറിച്ചിട്ട മരച്ചില്ലകൾ മാറ്റാതെ കിടക്കുന്നത്. മഴക്കാലത്തിന് മുന്നോടിയായി PWD അധികൃതർ മുറിച്ചിട്ട മരച്ചില്ലകളും തടികളും വേസ്റ്റുകളുമെല്ലാം നീക്കം ചെയ്യാതെ അവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതുമൂലം ആളുകൾക്ക് ഫുട്പാത്തിലൂടെ നടക്കാൻ പോലും പറ്റാത്തതിനാൽ റോഡിലൂടെയാണ് ഇറങ്ങി നടക്കുന്നത്. കാളത്തോട് സെന്ററിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ഇരുവശങ്ങളിലായി മരച്ചില്ലകളും മുൻവശത്തായി മരക്കുറ്റിയും മൺകൂനയും നീക്കാതെ കിടക്കുന്നതിനാൽ ആളുകൾക്ക് ബസ് ഷെൽട്ടർ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. പറവട്ടാനി ഫോറസ്റ്റ് സ്റ്റേഷൻ കവാടത്തിന് ഇരുവശങ്ങളിലുമായി വ്യാപകമായി മരച്ചില്ലകൾ മുറിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒല്ലൂക്കര ഭാഗത്തും സമാന രീതിയിൽ മരച്ചില്ലകൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത്തരം ചപ്പുചവറുകൾക്കിടയിൽ പാമ്പടക്കമുള്ള ഇഴജന്തുക്കളുടെ ശല്യം മൂലം കുട്ടികളടക്കമുള്ളവർ ഭയപ്പാടോടെയാണ് റോഡിലൂടെ നടന്നു പോകുന്നത്. ഇവിടുത്തെ നടപ്പാതയിൽ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യവും കൂട്ടിയിട്ടിരിക്കുന്നതും വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. നഗരങ്ങളുടെ ശുചിത്വ നിലവാരം നിശ്ചയിക്കുന്ന സ്വച്ഛ് സർവേക്ഷൺ റാങ്കിങ്ങിൽ മികച്ച നേട്ടത്തിനൊപ്പം സ്റ്റാർ റേറ്റിംഗും കരസ്ഥമാക്കിയ തൃശൂർ കോർപ്പറേഷനിലാണ് ഇത്തരം മാലിന്യശേഖരങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. എന്നാൽ PWD അധികൃതരാണ് മരം മുറിച്ചിട്ടിരിക്കുന്നതെന്നും അത് നീക്കേണ്ട ചുമതല അവർക്കാണെന്നുമാണ് കോർപ്പറേഷന്റെ ന്യായവാദം. മുറിച്ചിട്ടിരിക്കുന്ന മരച്ചില്ലകൾ നീക്കുന്നത് സംബന്ധിച്ച് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട് സംസാരിച്ചതായും ടെൻഡർ വിളിച്ചു മാത്രമേ ഇത് നീക്കാൻ സാധിക്കുകയുള്ളൂവെന്നാണ് അറിയിച്ചതെന്നുമാണ് കാളത്തോട് ഡിവിഷൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായ ML റോസി പറയുന്നത്. ശുചിത്വ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു വശത്ത് റോഡ് സൈഡുകളിൽ പൂന്തോട്ടം വച്ചുപിടിപ്പിച്ചുള്ള സൗന്ദര്യവൽക്കരണം തകൃതിയായി നടക്കുമ്പോഴാണ് റോഡിന്റെ വശങ്ങളിൽ ഇത്തരത്തിൽ ചപ്പുചവറുകളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി കിടക്കുന്നത്. TCV തൃശൂർ. അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ നവാസിന്റെ ഖബറടക്കമിന്ന് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകിട്ട് 4 മണി മുതൽ 5:30 വരെയുള്ള പൊതുദർശനത്തിന് ശേഷമാണ് ഖബറടക്കം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റും തുടർന്ന് പോസ്റ്റ്മോർട്ടവും നടത്തിയ ശേഷമാണ് മൃതദേഹം വസതിയിലേക്ക് എത്തിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. അസ്വാഭാവിക മരണത്തിന് ചോറ്റാനിക്കര പോലീസ് കേസെടുത്തു. പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു നവാസ്. മുറിയിൽ മറ്റാരുമില്ലായിരുന്നു. അനധികൃത മദ്യവിൽപ്പന നടത്തിയയാളെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. വെള്ളിത്തിരുത്തി സ്വദേശി കോലാട്ട് വീട്ടിൽ ഹരിദാസിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത്. പരിശോധനയിൽ 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പ്രതിയിൽ നിന്ന് പിടികൂടിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഫൽഗുണൻ, സുനിൽദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള, മനോജ്, ജിതിൻ, സതീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആമ്പല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈനാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്തിരുന്ന മരത്താക്കര കുഞ്ഞനമ്പാറ സ്വദേശി പുഴയ്ക്കൽ വീട്ടിൽ 64 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം കുറച്ചുനാൾ അവധിയിലായിരുന്ന ഭാസ്കരൻ വെള്ളിയാഴ്ചയാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ഇന്ന് പുലർച്ചെ ജോലിക്കെത്തിയ മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഭാസ്കരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഛത്തീസ്ഗഡിൽ അകാരണമായി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. MK ഷൈൻ, വിനയൻ തോട്ടപ്പള്ളി, സദാശിവൻ കുറുവത്ത്, കോടന നാരായണൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രാനില ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ അകാരണമായി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ നടത്തി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സെലക്ട് മുഹമ്മദ്, ജോണി ചിറ്റിലപ്പള്ളി, PJ തോമസ്, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, PG ജയദീപ്, SA ആസാദ്, K അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജവഹർലാൽ നെഹ്റു, അംബേദ്കറും ഉൾപ്പെടെയുള്ള നിലപാട് ആ മതേതരത്വത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്
ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് കാത്തോലിക്ക കോൺഗ്രസ് പുത്തൻപീടിക യൂണിറ്റ് ആവശ്യപ്പെട്ടു. ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ യൂത്ത് കൌൺസിൽ ജനറൽ കോർഡിനേറ്റർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോഫിൻ അക്കരെ പട്ടേൽ, സിസ്റ്റർ ഹേമ, കൈക്കാരൻ കെ എസ് സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. PKS തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. കലാഭവൻ മണിയുടെ കലാഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണന് മെമ്പർഷിപ്പ് നൽകി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, PK കൃഷ്ണൻകുട്ടി, AA ബിജു, PV മണി തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM എരുമപ്പെട്ടി പഞ്ചായത്തിൽ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ചും പഞ്ചായത്തിലും ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലും CPM നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മങ്ങാട് സെന്ററിൽ നടത്തിയ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ സെക്രട്ടറി KR രാധിക, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, വിനോദിനി മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട് എന്ന വിഷയത്തിൽ തിങ്കളാഴ്ച തൃശൂരിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസിനോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 നടക്കുന്ന സെമിനാർ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ MP സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രോഗ്രാം കൺവീനർ വിപിൻ പാർമേക്കാട്ടിൽ, ടോണി റാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിരപ്പിള്ളിയിലെ വൈൽഡ് ഫോട്ടോഗ്രാഫർ പകർത്തിയ അത്യപൂർവമായ ആനകളുടെ ദൃശ്യം ശ്രദ്ധേയമാകുന്നു. എല്ലായിടത്തെപ്പോലെ തന്നെ ആനഭീതിയും ഇവിടെയുമുണ്ട്. എങ്കിലും വിനോദസഞ്ചാരികൾ ഇവയെ കണ്ടാൽ ദൃശ്യങ്ങൾ പകർത്താതെ ഇരിക്കാറുമില്ല. എന്നാൽ അപൂർവ രംഗങ്ങൾ ക്യാമറയിൽ പകർത്താൻ ഭാഗ്യം ലഭിക്കുന്നത് ചിലർക്ക് മാത്രം. ചിമ്മിനി പ്രദേശത്തുകൂടി സഞ്ചരിച്ച അതിരപ്പള്ളിയിലെ വൈൽഡ് ഫോട്ടോഗ്രാഫർ ജിലേഷാണ് ചിത്രം പകർത്തിയത്. 3 ആനകൾ ഉച്ചനേരത്ത് കിടന്നു മയങ്ങുന്നു. അവയുടെ തൊട്ടരികിൽ കാവലെന്ന പോലെ ഒരു പിടിയാനയും. ഉടനെ തന്നെ ഫോട്ടോഗ്രാഫർ തന്റെ ക്യാമറയിൽ ദൃശ്യം പകർത്തുകയും ചെയ്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും മറ്റത്തൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയും സംയുക്തമായി ഉണർത്തുജാഥയും ആദരണയോഗവും സംഘടിപ്പിച്ചു. കോടാലി ആൽത്തറയ്ക്കൽ നടന്ന ആദരണയോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. IRTC റീജിയണൽ കോർഡിനേറ്റർ VK ജയ് സോമനാഥൻ, പരിഷത്ത് പ്രവർത്തകൻ KK അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സാനിറ്ററി ഐറ്റം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഈ വലിയ തോടിലേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിട്ടാണ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കായികമേള നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കായികമേള ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ നിലൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാലകൃഷ്ണൻ, നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ സജീഷ്, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റലി എക്യുപ്ഡ് ആൻഡ്
എൻബോൾ പ്രീ സ്കൂൾ പദ്ധതി പ്രകാരം ഏർപ്പെടുത്തിയ നൂതന സാങ്കേതിക വിദ്യാ സൗകര്യങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, SMC ചെയർമാൻ സന്തോഷ് കുന്നുമേൽ, സീനിയർ അധ്യാപിക KP ഗീത എന്നിവർ സംസാരിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബ് തപാൽ ജീവനക്കാർക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജെയ്സൺ കിരിയത്ത വിതരണോദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ KO വർഗീസ്, സോൺ ചെയർമാൻ PD ജോൺസ്, ആൻഡ്രൂ P പോൾ എന്നിവർ സംസാരിച്ചു. എയ്യാൽ ശ്രീ കാർത്യായനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായിരുന്നു. പിടിയാന തിരുവനന്തപുരം ഉമാദേവിക്ക് ആദ്യ ഉരുള നൽകി തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. പീച്ചിയിൽ രാജീവ്, പുതുശ്ശേരി വിജയൻ, വളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്നീ കൊമ്പന്മാർ ഊട്ടിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സിവിൽ സർവന്റ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത്, നഗരസഭാ കോർപ്പറേഷനുമായി ചേർന്ന് ഒരു സിവിൽ സർവന്റ് പദ്ധതി ആരംഭിക്കുന്നത്. 3 തലങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലെവൽ 1, 7 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്കും, ലെവൽ 2 +1, +2 ബിരുദ വിദ്യാർത്ഥികൾക്കും, ലെവൽ 3 ബിരുദ പഠനം കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾക്കുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ ജില്ലയിലെ 1034 വിദ്യാർത്ഥികൾക്കാണ് 100% സ്കോളർഷിപ്പോടെ സിവിൽ സർവീസ് പഠനത്തിന് സാധ്യത തുറക്കുന്നത്. മൊത്തം 11 പേർക്കാണ് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തലത്തിൽ നിന്ന് സൗജന്യമായി പഠിക്കാനുള്ള അവസരം ലഭിക്കുക. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 30-ന് മുമ്പായി ഗൂഗിൾ ഫോം വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സുഭാഷ് ചന്ദ്രൻ, പ്രൊജക്ട് കോർഡിനേറ്റർ PM ജബീർ, ടോബി തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷി കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാൻ രാമായണ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് രാമായണ ഫെസ്റ്റ് സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 10-ന് നടക്കുന്ന രാമായണ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് ഭിന്നശേഷി അധ്യാപകർക്ക് 9539444466 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പൈപ്പിൻ ജോർജ്, രേണുക, ശശികുമാർ, ജലജ പിള്ള, ഭഗീരഥി ചന്ദ്രൻ, നന്ദകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രൈവറ്റ് കോളേജ് മിനിസ്ട്രിയൽ സ്റ്റാഫ് അസോസിയേഷൻ 29ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 8-9 തീയതികളിൽ തൃശൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സമ്മേളനം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് KP ദിനേശൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി S ശ്രീരാജ്, ജില്ലാ പ്രസിഡന്റ് നിതീഷ് പ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശ് പുതുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CMS സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തേക്കിൻകാട് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ നടന്ന പൊതുയോഗം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി AK നൌഷദ് അലി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് അധ്യാപകരുടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ ജോസഫ് വരുത്തിയത് എന്നതിനെ കുറിച്ചും നമ്മുടെ മനസ്സിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ബദൽ വിദ്യാഭ്യാസ വാണിജ്യം. കേരളത്തിലെ പ്രമുഖ ഐസ്ക്രീം ബ്രാൻഡായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ആനുവൽ ഡീലേഴ്സ് മീറ്റ് ബ്ലെൻഡ് ആൻഡ് ബോൺ തൃശൂർ ഹോട്ടൽ ദാസ് കോണ്ടിനെന്റലിൽ നടന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ 2025-26 വർഷത്തെ സീസണിലേക്കുള്ള കുനാഫ പിസ്താഷിയോ, സിട്രിസ് ക്യാൻഡി, എനർജി ബാർ, ബുള്ളി സ്റ്റിക് തുടങ്ങിയ 6-ൽ പരം പുതിയ പ്രോഡക്റ്റുകൾ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി എന്നിവർ ചേർന്ന് പുറത്തിറക്കി. കഴിഞ്ഞ സീസണിൽ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം വിൽപ്പനയിൽ ടാർജറ്റ് നേട്ടം കൈവരിച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള സൗജന്യ വിദേശയാത്രാ ടിക്കറ്റുകളും
കോംപ്ലിമെന്ററി ഗിഫ്റ്റുകളും ചടങ്ങിൽ സമ്മാനിച്ചു. ബ്ലെൻഡ് ആൻഡ് ബോണ്ടിന്റെ ഭാഗമായി മെന്റലിസ്റ്റ് അനന്തു അവതരിപ്പിച്ച മെന്റലിസം ഷോ പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് കമ്പനിയുടെ വളർച്ചയിൽ ഒപ്പം നിന്ന് സഹകരിച്ച എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു. ചലച്ചിത്ര സംവിധായകർ, അഭിനേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും സർപ്രൈസ് ഗിഫ്റ്റുകളും ബ്ലെൻഡ് ആൻഡ് ബോണ്ടിന് അവിസ്മരണീയത പകർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദിയെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരകം. റാപ്പർ വേഡിനെതിരായ ബലാത്സംഗ കേസിൽ തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. അതിരപ്പിള്ളി തുമ്പൂർ മൊഴിയിൽ വിനോദസഞ്ചാരികളുടെ കാർ ആക്രമിച്ച് കാട്ടാന. പാഞ്ഞെടുത്ത കൊമ്പൻ വാഹനത്തിന്റെ ഗ്ലാസും ഡോറും തകർത്തു. ആർക്കും പരിക്കില്ല. റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരച്ചില്ലകൾ കാൽനട വാഹനയാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു. മണ്ണുത്തി ബൈപ്പാസ് മുതൽ പറവട്ടാനി വരെയുള്ള റോഡിലാണ് മരച്ചില്ലകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന്. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 5-ന് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.